മുസ്ലിം ലീഗും വി.ഡി. സതീശനും തമ്മിലുള്ള ഡീലിനു പിന്നിൽ. മുസ്ലിം ലീഗിന് രമേശ് ചെന്നിത്തലയോടോ കെ.സി. വേണുഗോപാലിനോടോ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. കാരണം ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ എന്ന നിലയിൽ ഈ രണ്ടുപേരോടും മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ഈ രണ്ടുപേരെക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിന് ഇഷ്ടം എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. അതായത് മുസ്ലിം ലീഗിന്റെ മാനസപുത്രനാണ് വി.ഡി. സതീശൻ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗും വി.ഡി. സതീശനും തമ്മിലെ ബന്ധത്തിന് കാരണം? അതേക്കുറിച്ച് അന്വേഷിച്ചാൽ മുസ്ലിം ലീഗിന്റെ പണമിടപാടുകൾ എല്ലാം തന്നെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിന്റെ മുഴുവൻ ഡീലുകളും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഡീലിൽ ഒരു ഇടനിലക്കാരന്റെ റോളിൽ വി.ഡി. സതീശൻ ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇനി UDFന് ഭരണം കിട്ടുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ മുസ്ലിം ലീഗ് പിന്താങ്ങുന്നത് വി.ഡി. സതീശനെ ആയിരിക്കും. കാരണം അവർക്ക് രമേശ് ചെന്നിത്തലയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, കെ.സി. വേണുഗോപാലിന് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് ഡീലിന് പറ്റിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വി.ഡി. സതീശനായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുക വി.ഡി. സതീശനെയാണ്. ഇനി നമുക്ക് മറ്റൊരു സാധ്യതയിലേക്ക് പോകാം. ഒരു പക്ഷേ LDF പരാജയപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പിണറായി വിജയന് താല്പര്യം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. കാരണം പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിലുള്ള ഡീല് ഈ മുസ്ലിം ലീഗും വി.ഡി. സതീശനും തമ്മിലുള്ള ഡീല് പോലെ തന്നെ കച്ചവട ഇടപാടാണ്. പിണറായി വിജയന്റെ എല്ലാ പണമിടപാടുമായി ബന്ധപ്പെട്ടും സതീശന് ബന്ധമുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ പിണറായി വിജയൻ പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുള്ള കിഫ്ബി, അതുപോലെ തന്നെ ഊരാളുങ്കൽ അടക്കമുള്ള നിരവധി സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. അതെല്ലാം തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ചവിട്ടി ഒതുക്കും എന്നുള്ള കാര്യം പിണറായിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എപ്പോഴും കോൺഗ്രസ് വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ ആഗ്രഹിക്കുക വി.ഡി. സതീശനെയാണ്. അങ്ങനെ വി.ഡി. സതീശൻ ഒരേപോലെ തന്നെ പിണറായി വിജയനും മുസ്ലിം ലീഗിനും മാനസപുത്രനായ ആളാണ്. ഇനി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കഴിഞ്ഞ 5 വർഷത്തെ കാലമെടുത്ത് പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വരം മയപ്പെട്ടു എന്നുള്ള കാര്യം സൂക്ഷ്മമായി പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് വി.ഡി. സതീശൻ. ചുരുക്കത്തിൽ UDF അധികാരത്തിൽ വന്നാൽ വി.ഡി. സതീശനാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരേ സ്വരമാണ് പിണറായി വിജയനും മുസ്ലിം ലീഗിനുമുള്ളത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കച്ചവട ഇടപാടുകൾക്കെല്ലാം തന്നെ ഇടനിലക്കാരനായി നിൽക്കുന്നത് വി.ഡി. സതീശനാണ്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ പിണറായിക്കും പരമസുഖം, ലീഗിനും പരമസുഖം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.